ഇത്തവണ ആരും അവാർഡ് വാപ്പസിക്ക് പോകുന്നില്ലേ? എന്തുപറ്റി? രാജ്യത്തിപ്പോൾ അസഹിഷ്ണുതയൊന്നുമില്ലേ? 2017 ദേശീയ അവാർഡ് വേദിയിൽ നിന്നും നടൻ ഫഹദ് ഫാസിലും നടി പാർവതി തിരുവോത്തുമൊക്കെ അവാർഡ് ബഹിഷ്കരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അവരോടൊപ്പം അവാർഡ് ചടങ്ങ് ബഹിഷ്കരിക്കാത്ത യേശുദാസിനെ ഇവർ സോഷ്യൽ മീഡിയയിൽ പച്ചക്കിട്ട് വലിച്ചു കീറിയതും നമ്മൾ കണ്ടതാണ്. യേശുദാസിന് നാണമില്ല പോലും. എന്തിന്? ഇവരുടെ അവാർഡ് ബഹിഷ്കരണ നാടകത്തിൽ പങ്കുചേരാത്തതിന്. സ്വന്തം രാജ്യം കൊടുക്കുന്ന ആദരവും അവാർഡും ഒക്കെ ഏറ്റുവാങ്ങുന്നതിൽ ഇവർക്ക് നാണക്കേട് തോന്നുന്നത് പോലെ അദ്ദേഹത്തിന് നാണക്കേട് തോന്നാത്തതാണ് ഇവരുടെ പ്രശ്നം. അന്ന് അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറിയതാണ്. അന്നത്തെ ആ അവാർഡ് വാപ്പസി നാടകങ്ങളോ പതിവായി കേൾക്കാറുള്ള ചില സുഡാപ്പികളുടെ സൈബർ സഖാക്കളുടെയും ഒക്കെ കരച്ചിലോ എന്നും ഇപ്പോൾ ഒരിടത്തും കേൾക്കാനില്ല. അതോ ഇനി മോദി മമ്മൂട്ടിയെയും വിലക്കെടുത്തോ? മമ്മൂട്ടിയും സംഖ്യയായോ? 2020 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഭ്രമയുഗത്തിലെ പകരം വെക്കാനില്ലാത്ത പ്രകടനത്തിന് സാക്ഷാൽ മമ്മൂട്ടിക്ക് 4ാം തവണയും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഹിന്ദി ചിത്രം ചന്തു ചാമ്പ്യനിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും മമ്മൂട്ടിക്കൊപ്പം പുരസ്കാരം പങ്കിട്ടു. ARMലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി ചരിത്രം കുറിച്ചപ്പോൾ മികച്ച ഛായാഗ്രഹനായി ഷഹനാദ് ജലാലും മികച്ച മലയാളം ചിത്രമായി ഫെമിനിച്ചി ഫാത്തിമയും തിളങ്ങി. എല്ലാ വിഭാഗത്തിലും മലയാള സിനിമകൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ കേരളത്തിലെ ചില ബുദ്ധിജീവികളുടെ വായിൽ ഇപ്പോൾ പഴമാണ്. കുറച്ചുനാൾ മുൻപ് മോഹൻലാലിന് പത്മവിഭൂഷണും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ഒക്കെ കിട്ടിയപ്പോൾ ഇവിടെ നടന്ന കോലാഹലങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അന്ന് മോഹൻലാലിനെ ഇവർ പിടിച്ച് സംഖ്യയാക്കി. അച്ഛന്റെ പേരായിട്ടുള്ള വിശ്വനാഥന്റെ കൂടെ ഇല്ലാത്ത നായർ വാൽ ചേർത്ത് മോഹൻലാൽ വിശ്വനാഥൻ നായരാക്കി. സവർണനെന്നും ഫ്യൂഡൽ മാടമ്പി എന്നും ഒക്കെ വിളിച്ച് സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തെ തേജോവധം ചെയ്തു. അന്ന് ഈ കമ്മി സുഡാപ്പി ഇക്കോസിസ്റ്റം ഇവിടെ കിടന്ന് നിലവിളിച്ചത് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് കേന്ദ്രം അദ്ദേഹത്തെ തഴയുന്നു എന്നായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമഡി ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും സിനിമയും സംഗീതവും ഒക്കെ ഹറാമാണ് എന്ന കാര്യമാണ്. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തതിൽ കിടന്ന് കരഞ്ഞു മെഴുകുന്ന ഇവരിൽ പലരും ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരൊറ്റ സിനിമ പോലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായില്ല. എന്നാൽ ഈ വർഷം ആദ്യം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഇപ്പോൾ ഇതാ രാജ്യത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും. അന്നിരവാദം മുഴക്കിയവർ ഇപ്പോൾ മൗനവ്രതത്തിലാണ്. ഏതാണ്ട് 1 മാസം മുൻപാണ് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും കുടുംബസമേതം പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. അതിന്റെ പ്രത്യുപകാരമാണ് ഈ ദേശീയ അവാർഡ് എന്നും പറഞ്ഞ് ആരും വരാത്തത്. എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കണേ. മോഹൻലാലിനാണ് അവാർഡിന് തൊട്ടു മുൻപ് ഇത്തരം ഒരു കൂടിക്കാഴ്ച, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ കഥകൾ ഇറങ്ങിയാണ്. അവാർഡ് ഉറപ്പിക്കാൻ പോയി കാല് പിടിച്ചു എന്ന് പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ ഇട്ട് വലിച്ചു കീറിയനെ. മോഹൻലാൽ എന്ന സവർണ ഫ്യൂഡൽ മാടമ്പി BJPയുടെ തിണ്ണം നിറങ്ങി വാങ്ങിയ അവാർഡ് എന്നും ഇവറ്റകൾ പറഞ്ഞു നടന്നേനെ. മോഹൻലാൽ പിന്നെ മലയാളികളുടെ പൊതുമുതലാണല്ലോ. KSRTC ബസ് പോലെ ആർക്കും കല്ലെറിയാം, ആർക്കും കരിവാരത്തേക്കാം. ഇപ്പോൾ അവർക്ക് സവർണനുമില്ല, ഫ്യൂഡൽ മാടമ്പിയുമില്ല, ഒന്നുമില്ല. നരേന്ദ്രമോദിയെ കുടുംബസമേതം പോയി സന്ദർശിച്ചതിന് തൊട്ടടുത്ത മാസം ദേശീയ അവാർഡ് ലഭിച്ച മമ്മൂട്ടി സംഖ്യ ആയില്ലെങ്കിൽ പത്മവിഭൂഷണും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും മോഹൻലാലിന് ലഭിച്ചത് അദ്ദേഹം സംഖ്യ ആയതുകൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കലിപ്പ് സംഖ്യകളോടല്ല, ഈ നാട്ടിലെ ഹിന്ദുക്കളോടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ മമ്മൂട്ടിയെ സംഖ്യയാക്കുന്നില്ല, ഷാറൂഖ് ഖാനെ സംഖ്യയാക്കുന്നില്ല? സ്വന്തം കഴിവുകൊണ്ട് മഹാപ്രതിഭകൾ അവാർഡ് നേടുമ്പോൾ അതിൽ പോലും മതം കലർത്തി ഇരവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ 8ന്റെ പണിയാണ് ഈ പുരസ്കാരം. കലയ്ക്കും പ്രതിഭയ്ക്കും മുന്നിൽ BJPയുടെ കേന്ദ്ര സർക്കാരിന് യാതൊരു വിവേചനവുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും ഈ അവാർഡ് ദാനത്തോടെ ആ പഴയ വിദ്വേഷ നെറേറ്റീവ് ഒക്കെ പൂർണ്ണമായും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇനിയിപ്പോ മമ്മൂട്ടിയെ എന്ന് സംഖ്യയാക്കും എന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. ന്യൂസ് ഡെസ്ക്.